إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس أوصيكم بالتقوى الله ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള വിശ്വാസിനികളെ, നമ്മൾ ഓരോരുത്തരും അനേകായിരം സൃഷ്ടിചരങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോകത്ത് ഇന്ന് ജീവിച്ച് മരിച്ച് മണ്ണായി തീർന്നിട്ടുള്ള അനേകായിരം ആളുകൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ മനുഷ്യരാണ് എന്നുള്ളതിലപ്പുറം വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതാണ് നമ്മളെ ഈ ഭൂലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അവയുടെ ഒക്കെ സൃഷ്ടാവ് ഒരേ ഒരു ശക്തിയാണ്, അത് അള്ളാഹുവാണ്. അവയെ സൃഷ്ടിക്കുന്നതിലും സംവിധാനിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും നശിപ്പിക്കുന്നതിലുമെല്ലാം ആ ശക്തിക്കല്ലാതെ വേറൊരു ശക്തിക്കും യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പഠിച്ചവരാണ് നാം ഓരോരുത്തരും. പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ പറ്റിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയരെ, അള്ളാഹ് ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ പടച്ചവൻ മാത്രമാണ് എന്നുള്ളതല്ല ഉത്തരം. എൻ്റെ എല്ലാമാണ്. എൻ്റെ ജീവിതം മുതൽ എൻ്റെ മരണം വരെ, അല്ല ആ മരണത്തിനപ്പുറം വരെ ആ അള്ളാഹുവാണ് എനിക്കെല്ലാം എന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് പ്രിയരെ നമ്മളൊരു വിശ്വാസിയായി തീരുന്നത്. സൂറത്ത് സുമർ 62-ാമത്തെ ആയത്ത്, അല്ലാഹു ഖാലിഖു കുല്ല ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു, അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കൈകാര്യകർത്താവാകുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഈ ഭൂലോകത്ത് ജീവിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ സമ്പത്ത്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒക്കെ എൻ്റേത് മാത്രം എന്നാണ് നമ്മുടെ പ്രഖ്യാപനങ്ങൾ മുഴുവനും. പക്ഷേ അതെല്ലാം എനിക്ക് വിധാനിച്ചു തന്ന ആ അള്ളാഹുവിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ ആരാധനകളിൽ മാത്രം അള്ളാഹുവിനെ ഓർക്കുകയും ബാക്കി സമയത്തൊക്കെ ആ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ മറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് പ്രിയരെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറെ ആദരിക്കപ്പെട്ടവനും വ്യതിരക്തതയുള്ളവനും വൈവിധ്യമുള്ളവനും അത് മനുഷ്യന് മാത്രമാണ്. ഈ ലോകത്ത് ഒരുപാട് ചരാചരങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു. മൃഗങ്ങളാലും മറ്റ് ജീവജാലങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യന് മാത്രം പ്രത്യേകതയുള്ളൊരു ബുദ്ധിശക്തി അത് അള്ളാഹു മനുഷ്യന് നൽകി. ആ ചിന്താശേഷി ഉണ്ടായിട്ട് പോലും പലപ്പോഴും മനുഷ്യൻ അതിര് കവിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്ത പോകുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആൻ കേവലം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതിലപ്പുറം അത് നമ്മുടെ ജീവിതമായി മാറണം. ആ വിശുദ്ധ ഖുർആന്റെ ഓരോ ഏടുകളും ഓരോ വാക്കുകളും നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥനയിൽ മുഴുകാൻ നമുക്കാവണം. അതിലാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്. മനുഷ്യന് 2 സ്വാതന്ത്ര്യം അല്ലാഹു കൊടുത്തു.
മനുഷ്യന് രണ്ട് സ്വാതന്ത്ര്യം കൊടുത്തതിൽ ഒന്നവന് നന്ദി കാണിക്കുക, അല്ലെങ്കിൽ അവന് നന്ദികേട് കാണിക്കുക. മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ പിന്നിലെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അവന് നന്ദിയുള്ളവനുമാകാം നന്ദിയില്ലാത്തവനുമാകാം. അള്ള ചോദിക്കൂല. ഈ ലോകത്ത് അള്ള യാതൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നില്ല. പക്ഷേ അവൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് നന്ദികേടിലേക്ക്, ആ വഴികേടിലേക്കാകുന്നു എന്നുള്ളത് വലിയൊരു വാസ്തവമാണ് പ്രിയരെ. സൂറത്തു ഇൻസാൻ 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അതിൻ്റെ അർത്ഥമൊക്കെ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യത്വത്തെ കുറിച്ച് അള്ളാഹു വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. അള്ള കൃത്യമായിട്ടൊരു വഴിരേഖ മനുഷ്യന് മുമ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, ആ വഴി അവൻ മനസ്സിലാക്കിക്കൊണ്ട് അവന് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാകുന്നു. നമ്മൾ പ്രിയരെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹ് രണ്ട് വഴി നമ്മളെ മുമ്പിലൂടെ തുറന്നു തന്നിട്ട് ഒന്ന് നന്മയുടെ വഴിയാണ്, ഒന്ന് തിന്മയുടെ വഴിയാണ് എന്ന് അള്ളാഹ് വിശദീകരിച്ചു. ഇതിലേത് വഴിയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ അധികം ആളുകളും തിന്മയുടെ വഴി മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകം മാത്രം എനിക്കുള്ളൂ എന്നുള്ളത് മനുഷ്യൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഈ ലോകത്ത് മാത്രമേ എനിക്ക് ജീവിതമുള്ളൂ എന്ന് മനുഷ്യൻ വിചാരിക്കുകയാണ്. ആ വിചാരത്തിലൂടെ മാത്രമാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവന് പരലോകമില്ല, അവന് ഇഹലോകമല്ല. അവന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഈ ലോകമൊക്കെ പെട്ടെന്ന് എങ്ങനെയോ ഉണ്ടായി പൊട്ടിപ്പുറപ്പെട്ടതാണ് എന്നാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മനുഷ്യരെ അള്ളാഹു 4 രൂപത്തിലാണ് തിരിക്കുന്നത്. ഞാനും നിങ്ങൾ ആ 4 രൂപത്തിൽ ഏതിൽ പെടുന്നു എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമതായിട്ട് മുഅ്മിൻ. അറബി ഭാഷയിൽ മുഅ്മിൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസി അല്ലെങ്കിൽ സത്യവിശ്വാസി എന്നാണ്. നമ്മളൊക്കെ പ്രിയരെ ഇന്നും ഒരു മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായിക്കൊണ്ട് ഞാൻ നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ എനിക്ക് പള്ളിക്ക് വരാൻ കഴിയൂല, അല്ലെങ്കിൽ എനിക്ക് നമസ്കാരത്തിന് മുന്നിൽ ഉണ്ടാവാൻ കഴിയൂല, എനിക്ക് നോമ്പ് നോക്കാനും ഹജ്ജിനും സക്കാത്തിനും ഒന്നും ഞാൻ മുന്നിൽ ഉണ്ടാവൂല. പക്ഷെ അള്ളാഹു ആ ഹിദായത്ത് നമുക്ക് നൽകി, നമ്മളെ മുഅ്മിനാക്കിയിട്ട് അള്ളാഹ് മാറ്റി. ശറഈ ആയിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും പരലോകത്തിലും ഓരോ നന്മ തിന്മകളിലും അവൻ്റെ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്ത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ വിശുദ്ധ ഖുർആൻ ഇത്രയും കാലം ഒരു കേടും കൂടാതെ ഒരു വാക്കിന് പോലും മാറ്റമില്ലാതെ നിലകൊള്ളുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാം. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റും വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ മുസ്ലിങ്ങളായ പല ആളുകൾക്കും അത് വിശ്വസിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ പ്രിയരെ? പലപ്പോഴും ഈ മുഅ്മിൻ എന്ന വാക്കിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ് അതിലെ വാസ്തവം. ഒരിക്കലും മുസ്ലിമും മുഅ്മിനും തമ്മിൽ വലിയ അന്തരമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിമാണോ മുഅ്മിനാണോ എന്നുള്ള നാമം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് അവൻ ഇസ്ലാമാണ്, അവൻ്റെ കർമ്മം കൊണ്ട് ഇസ്ലാമാണ്. പക്ഷെ അവൻ ബാക്കിയൊന്നും ചെയ്യണില്ല. ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളതിലപ്പുറം ആ മുസ്ലിം ചെയ്യേണ്ട കർമ്മങ്ങൾ മാത്രം അവൻ അതിൽ മാത്രം ഒതുങ്ങുകയാണ്. അതിൻ്റെ അപ്പുറം ഇസ്ലാമികമായിട്ട് അവൻ എന്തൊക്കെ ചെയ്യണം, ഒരു മനുഷ്യനെ കാണുമ്പോൾ അവൻ ഏത് രൂപത്തിൽ പെരുമാറണം, സ്വന്തം സഹോദരനോട് എങ്ങനെ പെരുമാറണം, സ്വന്തം കുടുംബത്തെ എങ്ങനെ പരിപാലിക്കണം, ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ട് പോലും അതിൽ നിന്ന് വ്യതിചലിക്കാണ്. പക്ഷെ ഒരു മുഅ്മിനിന് അങ്ങനെ സാധിക്കൂല എന്നാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ആഴത്തിലുള്ള ഈമാൻ പതിഞ്ഞിട്ടുണ്ടാവും. അവൻ്റെ നടത്തത്തിലും അവൻ്റെ രൂപത്തിലും അവൻ്റെ കോലത്തിലും എല്ലാം അവൻ മുഅ്മിനായിരിക്കും. മൊത്തത്തിൽ അവൻ ഒരു ഇസ്ലാമിൻ്റെ യഥാർത്ഥ പരപുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മുഅ്മിന് മാത്രമായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയരെ, ഇതിൽ മുഅ്മിനാണോ മുസ്ലിമാണോ ഞാനും നിങ്ങളും ആയിട്ടുള്ളത് എന്നാണ്. നമ്മൾ പേരുകൊണ്ട് മാത്രം മുസ്ലിം എന്നുള്ളതിലപ്പുറം നമ്മളൊരു മുഅ്മിനായി മാറാൻ കഴിയണം. എന്നിടത്ത് മാത്രമേ നമ്മളെ കുടുംബത്തിൽ മാത്രമല്ല നമുക്ക് വില ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ അടുത്ത് നാളെ പരലോകത്ത് കോടാനുകോടി ജനങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന ആ സമയത്ത് അള്ളാഹ് അങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ കെട്ടഴിക്കുന്ന സമയത്ത് എൻ്റെ കർമ്മങ്ങൾ മുഴുവൻ നന്മയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പ്രിയരെ മുഅ്മിൻ എന്ന് പറയുന്നത്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാൻ ആഗ്രഹിച്ചിരുന്നവർ,
പ്രവാചകന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ, സമയം ചിലവഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവർ, പ്രവാചകനോടൊപ്പം മരണത്തിൽ പോലും ഉറ്റുചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു പ്രിയരെ സ്വഹാബത്ത് എന്ന് പറയുന്നത്. ഏതുവരെ? പ്രവാചകനെങ്ങാനും നമസ്കാരത്തിന് നിൽക്കുമ്പോൾ പ്രവാചകന്റെ നേരെ പിന്നിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്വഹാബത്ത് ഉണ്ടായിരുന്നു. നമസ്കാര വേളയിൽ ആദ്യം ആ സ്വഫുകളെ കരസ്ഥമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും ആ ഈമാനിക ശക്തി മറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെയൊക്കെ പിഴച്ചു പോവാണ്. നമ്മളെ സമയങ്ങൾ മുഴുവൻ നമ്മളെ ജോലികൾ മാത്രമായി മാറാണ്. നമുക്ക് ആരാധനയുടെ സമയത്തിന് ഇന്ന് സമയമല്ല. ആരാധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ ആരും തയ്യാറല്ല. നമ്മളൊക്കെ സ്വയം മുസ്ലിം എന്ന് മാത്രം ഉദ്ധരിക്കാൻ മാത്രമാണ് നമ്മൾ മെനക്കിടുന്നത്. ആ മുഅ്മിനിന്റെ പാതയിലൂടെ നമ്മൾ നടക്കുന്നില്ല. നമ്മൾക്കത് എത്രയോ വൈദൂരം ആയി മാറിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്ത് അൻഫാൽ 2-ാമത്തെ ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവൻ്റെ ഹൃദയം ഒന്ന് കിടുങ്ങും. അള്ളാഹിനെ കുറിച്ച് അവൻ കേട്ടാൽ അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു പരിശുദ്ധി വരും. അങ്ങനെയാണ് പ്രിയരെ മുഅ്മിൻ ഉണ്ടാവുക. ഒരു മുസ്ലിമിനെ, കേവലം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നാമധാരി മാത്രമാണ് ഇസ്ലാം എന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ മുഅ്മിനാണോ, അള്ളാഹ് എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ അവൻ്റെ ഹൃദയം ഒന്ന് കിടുങ്ങും. കാരണം അവന് പരലോകത്തിൽ വിശ്വാസമുണ്ട്. അവന് ഈ ലോകം മാത്രമല്ല എന്നറിയാം. നമുക്കും അറിയില്ലേ പ്രിയരെ, ഈ ലോകം മാത്രമല്ല നമുക്ക് വരാനുള്ളത് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് അറിയുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും നമുക്ക് ആ ഈമാനിക ശക്തി കിട്ടുന്നുണ്ടോ എന്നുള്ളത് വെറുതെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമതായിട്ട്, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വായിക്കപ്പെട്ടാൽ അവന് വിശ്വാസം വർദ്ധിക്കും. നമ്മൾക്ക് ഓരോ ആഴ്ചകളിലും ജുമുഅക്ക് വരുമ്പം പലപ്പോഴായിട്ട് ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പം അതിലെ ഓരോ വാക്കുകൾ കേൾക്കുമ്പം നമ്മുടെ കണ്ണൊന്ന് നിറയും, നമ്മുടെ ഈമാനൊന്ന് വർദ്ധിക്കും. അവനാണ് പ്രിയരെ വിശ്വാസി, മുഅ്മിൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഇനത്തിൽ പെടുന്നുണ്ടോ, അതോ നമ്മൾ കേവലം ഒരു മനുഷ്യരുടെ ഇനത്തിൽ മാത്രമാണോ പെട്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ എല്ലാം ഭരമേൽപ്പിക്കാനും അതിൽ മാത്രം വിശ്വസിക്കാനും ഉറച്ചു നിൽക്കാനും കഴിയുന്നവൻ്റെ പേരാണ് പ്രിയരെ വിശ്വാസി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് മുനാഫിക്ക്. നമ്മൾ ആ മുനാഫിക്കിന്റെ ഇനത്തിൽ പെടുന്നുണ്ടോ അതോ മുഅ്മിനിന്റെ ഇനത്തിലാണോ പെടുന്നത് എന്നുള്ളത് വെറുതെ ഒന്ന് വിലയിരുത്തി നോക്കുക. ആരാണ് മുനാഫിക്ക്? ഇസ്ലാമിക വിശ്വാസ പ്രകാരം പുറമെ മുസ്ലിമായിട്ട് നടിക്കുകയും ഉള്ളിൽ അവിശ്വാസം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആള്. പുറമെ നല്ല ആളായിരിക്കും, പുറമെ ബാക്കി കുറേ ആളുകൾ കാണുമ്പം അവരുടെ മുമ്പിലൊക്കെ നല്ല മനുഷ്യനായിരിക്കും, നല്ല മുസ്ലിം ആയിരിക്കും. പക്ഷേ അയാളുടെ ഉള്ളിൽ കാപട്യം മാത്രമായിരിക്കും. അങ്ങനെയുള്ള ആളാണ് പ്രിയരെ മുനാഫിക്ക് എന്ന് പറയുന്നത്. കേവലം കപടവിശ്വാസി എന്ന് ഇസ്ലാം വളരെ രൂക്ഷമായിട്ട് പറയുന്നൊരു വ്യക്തി, കപടവിശ്വാസി, മുനാഫിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ നിലപാടിനെ നിഫാഖ് എന്നാണ് അറബിയിൽ പറയുക. നിഫാഖ്, അവൻ കപടനായിരിക്കും. പുറമെ നല്ല വ്യക്തിയായി നടന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാനിൻ്റെ ഒരു ശതകം പോലും അവൻ്റെ മനസ്സിലുണ്ടാവില്ല. ഇസ്ലാമിൽ ഏറ്റവും ഗുരുതരമായി കാണുന്നൊരു ശിക്ഷ അത് കപടവിശ്വാസിയുടേതാണെന്ന് നമുക്ക് കാണാം. കപടവിശ്വാസിയുടെ 4 ഗുണങ്ങളെ പറ്റി ഇസ്ലാം പ്രതിപാദിക്കുന്നുണ്ട്, 4 അടയാളങ്ങളെ പറ്റി. ഒന്നാമതായി, അവൻ സംസാരിച്ച കള്ളം മാത്രമേ പറയുള്ളൂ. അവൻ്റെ സംസാരത്തിൽ കള്ളം മാത്രമേ വരുള്ളൂ. ഞാനൊരു മുസ്ലിമാണ് എന്നവൻ പറഞ്ഞു നടക്കും, പക്ഷെ അവൻ്റെ സംസാരത്തിൽ അനേകം കള്ളത്തരങ്ങൾ മാത്രമായിരിക്കും. അവൻ ഈ ലോകത്ത് ഏറ്റവും വിജയിക്കണം, ഈ ലോകത്ത് അവൻ എല്ലാ ഉന്നതികളിലും അവൻ എത്തണമെന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി അവൻ്റെ നാവ് കള്ളം പറയാൻ വേണ്ടി മാത്രം ചലിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. രണ്ടാമതായി, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അവന് മറ്റുള്ള ആളുകൾക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. ആ വാഗ്ദാനങ്ങൾ അവൻ്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യണത്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും അവൻ നിറവേറ്റുന്നില്ല. സ്വന്തം കുടുംബത്തിന് മേലും സ്വന്തം ഐക്യത്തിനു വേണ്ടിയും സ്വന്തം നിലപാടിനു വേണ്ടിയും മാത്രം ആ വാഗ്ദാനങ്ങളെ കാണുന്നൊരു മനുഷ്യൻ, ആ വാഗ്ദാനം മുഴുവൻ അവൻ ലംഘിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മൂന്നാമതായി, വിശ്വസിച്ചാൽ വഞ്ചന കാണിക്കും. ഒരുപാട് ആളുകൾ വിശ്വസിക്കും. അവൻ നാട്ടിൽ വലിയ പ്രമാണിയാണ് എന്ന് പറയും, അവനെല്ലാവരും വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചന മാത്രമേ കാണിക്കുള്ളൂ. അതൊരു പക്ഷേ ഈ ലോകത്ത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവൻ്റെ മരണശേഷം മാത്രം അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവും. വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഈ 3 വിഭാഗങ്ങളിൽ പെടുന്നുണ്ടോ. നാലാമതായിട്ട്, അവന് കരാറുകളോ തർക്കങ്ങളോ ഉണ്ടായാൽ അതിന് വിട്ട് അക്രമം കാണിക്കുന്നതാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കപട വിശ്വാസിയുടെ 4 ഗുണങ്ങൾ പലപ്പോഴായിട്ട് എല്ലാ മനുഷ്യരിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, സുപരിചിതമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവൻ മുസ്ലിം ആണോ എന്ന് ചോദിച്ചാൽ പേരുകൊണ്ട് മുസ്ലിം ആയിരിക്കും, പക്ഷെ അവന് ഈമാനില്ല. എന്താ പ്രിയരെ ഈമാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ ആത്മാർത്ഥമായിട്ട് ഒരാൾ വിശ്വസിക്കുന്ന നിമിഷം മാത്രമേ അവൻ അള്ളാഹുവിൻ്റെ അടിമ എന്ന് പറയാൻ പോലും അർത്ഥമുള്ളൂ എന്നാണ്. നമ്മളൊക്കെ വെറുതെ ആലോചിച്ച് നോക്കാം, നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്, നമുക്ക് വേണ്ടിയിട്ട് എന്താ ഒരുക്കൂട്ടിയത്? ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി, മക്കൾക്ക് വേണ്ടി ഒരുപാട് ഉദ്യോഗങ്ങൾ കണ്ടെത്തി, അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയമൊക്കെ മാറ്റി വെച്ചു പലപ്പോഴുമായിട്ട്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാറ്റി വെച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പ്രിയരെ ആത്മാർത്ഥമായിട്ട് പറയാനുണ്ടാവുക? ഓരോ മനുഷ്യനും ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയണം, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് മതി, ഈ ലോകത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ആരെന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ എന്നെ നിരസിക്കാൻ നോക്കിയാലും എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബുണ്ട്, ആ റബ്ബ് മതി, ആരെന്നെ എങ്ങനെ എതിർത്താലും ആ റബ്ബ് എന്നെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസമാണ് പ്രിയരെ ഒരു മുഅ്മിനിന് വേണ്ടത്. എന്നാൽ മുനാഫിക്കിന് അത് ഉണ്ടാവില്ല എന്നാണ്. മുനാഫിക്കിന് ഈ ലോകം മാത്രം മതി, ഇവിടെ പളപളപ്പും ഇവിടുത്തെ ആശ്വാസവും ഇവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും അവനത് മതി. പക്ഷെ അവന് വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് യാതൊരു വിശ്വാസവും ഉണ്ടാവില്ല. മൂന്നാമതായിട്ട് മുശ്രിക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന എന്നാൽ മറ്റൊരാളിലേക്ക് പങ്കു ചേർക്കുന്ന പങ്കാളിയാക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ എന്താ പ്രിയരെ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് പുറമെ മറ്റൊരാളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശിർക്ക് എന്നാണല്ലോ പറയുക. നമ്മിൽ പല ആളുകളും ഇന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും അള്ളാഹുവിന് പുറമെ പലരും വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് എന്താണ് കഴിയുക? മയ്യത്തായി കിടക്കുന്ന, മരിച്ച് മൺമറഞ്ഞ് കാലങ്ങളോളം കഴിഞ്ഞു പോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്തുത്തരാണ് പ്രിയരെ അവർക്ക് നൽകാൻ കഴിയുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് മാത്രമേ എല്ലാത്തിനും സൊല്യൂഷനുള്ളൂ, അള്ളാഹ് മാത്രമേ നമുക്ക് എല്ലാമായിട്ടുള്ളൂ. ആ അള്ളാഹുവിൽ ഒരാൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ അയാൾ ജീവിതം വിജയിച്ചു എന്നാണ്. ഒരു പക്ഷേ ഈ ലോകത്ത് അയാൾ ആഗ്രഹിച്ചതൊന്നും കിട്ടിയെന്ന് വരൂല, പക്ഷെ അയാൾക്ക് വരാൻ പോകുന്ന ലോകം, ആ പരലോകത്ത് അയാൾ ആഗ്രഹിച്ചതിലും അപ്പുറം അയാളുടെ മുമ്പിലേക്ക് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, ആ ആഗ്രഹങ്ങളൊക്കെ ഒരു കുറി എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വേദന കൊണ്ട് അവൻ ആ വിശ്വാസത്തെ എതിർക്കുകയാണോ അതോ ആ വിശ്വാസത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസം ഉന്നയിക്കുകയാണോ വേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹ് എനിക്കത് തന്നില്ല, ഞാൻ കുട്ടികളെ ചോദിച്ചു, എനിക്ക് മക്കളെ തന്നില്ല അള്ളാഹ്, അത് അള്ളാഹു എനിക്ക് പരലോകത്തേക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്, മാറ്റി വെച്ചതാണ്, അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയാൻ കഴിയണം. അള്ളാഹ് എനിക്ക് കണ്ണ് തന്നില്ല, എനിക്ക് ഈ ലോകത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല, കാഴ്ച ശക്തി അള്ളാഹ് തന്നില്ല, അതെൻ്റെ പരലോകത്തേക്കായിട്ട് അള്ളാഹ് നീക്കി വെച്ചതാണ്, എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു എനിക്ക് 2 കൈ തന്നില്ല, കാല് തന്നില്ല, കാലിനും കയ്യിനും സ്വാധീനം തന്നില്ല, അത് അള്ളാഹ് പരലോകത്തേക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. അള്ളാഹ് ഈ ലോകത്തെല്ലാം തന്നിരുന്നെങ്കിൽ പ്രിയരെ നമ്മൾ ആ വിശ്വാസത്തിൽ നിന്ന് എത്രയോ മാറുമായിരുന്നു. അള്ളാഹ് നമുക്ക് പലതും മാറ്റി വെച്ചു. എന്തിനു വേണ്ടി? അവൻ്റെ പരലോകം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹ് പലതും നമ്മിൽ നിന്ന് മാറ്റിവെച്ചത്. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ലോകത്ത് പൊള്ള് മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു രംഗത്തിലേക്ക് മാറും. നമ്മളതിൽ പെട്ടുപോകരുത്. മുശ്രിക്കുകൾ 2 തരമുണ്ട്, ഷിർക്ക് ചെയ്യുന്നവർ 2 തരമുണ്ട്. ഒന്ന് വലിയ ഷിർക്കുണ്ട്, ചെറിയ ഷിർക്കുണ്ട്. എന്താണ് വലിയ ഷിർക്ക്? അത് ഇസ്ലാമിൽ നിന്ന് ഒരാളെ പൂർണ്ണമായിട്ടും പുറത്താക്കുന്നു. ഒരാൾ ആ വലിയ ഷിർക്ക് ചെയ്യുന്നുണ്ടോ അയാൾ മുസ്ലിം അല്ല, അള്ളാഹ് പറഞ്ഞതാണ്, അയാൾക്ക് ഇസ്ലാമിൽ യാതൊരു അംഗീകാരമല്ല. അയാൾ എന്താ ചെയ്യണത്? മൊത്തത്തിൽ അള്ളാഹ്ക്ക് പുറമെ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കുക. അയാൾ വിശ്വസിക്കുന്നുണ്ട്, വേറൊരാളോട് അള്ളാഹുമായി പങ്കു ചേർക്കുകയാണെങ്കിൽ അയാളെൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹിനോട് വിളിച്ച് പറയും, അള്ളാഹിനോട് പറയും. എന്ത് വിശ്വാസം പ്രിയരെ അതിലുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്ക് ഒരിക്കലും ഒരാളെ സ്വർഗത്തിലേക്ക് നയിക്കൂല. ഷിർക്ക് അയാളെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ്. എന്താ ചെറിയ ഷിർക്ക്? ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തൊന്നും പോകില്ല, കുഴപ്പമില്ല, പക്ഷെ അയാൾ വളരെ ഗുരുതരമായ തെറ്റാണ് അയാൾ ചെയ്യണത്. അയാൾ മുസ്ലിം ആയിരിക്കും, ശരിയാണ്, പക്ഷെ അയാൾ ചെയ്യുന്ന ഷിർക്ക് അത്രമാത്രം വലുതാണ്. എന്താണ് ആ ചെറിയ ഷിർക്ക് എന്നല്ലേ? റിയാ എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ആളുകൾ കാണണം, ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിർക്കിൻ്റെ ഇനത്തിൽ ഏറ്റവും ചെറിയ ഷിർക്കിൻ്റെ കൂട്ടത്തിലാണ് ഈ റിയാ ഉൾപ്പെടുന്നത്. ഞാൻ നമസ്കരിക്കുമ്പം മറ്റൊരാളെന്നെ നോക്കണം, അയാൾ നല്ലത് പറയണം. ഞാൻ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ സഹായിക്കുമ്പം അയാൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം, അയാൾ എന്നെക്കുറിച്ച് ഈ ലോകത്തെല്ലാവരോടും പറഞ്ഞു നടക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്കൊന്നും ബാക്കി വെക്കൂല.
നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ആരും എന്നെ നോക്കിയിട്ടില്ലെങ്കിലും ആരാരും കാണാത്ത ഇരുട്ടിൻ്റെ മറവിലാണെങ്കിലും ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതെൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ഖബർ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് പ്രിയരെ ഈമാനുള്ള വ്യക്തി, മുഅ്മിൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഈമാൻ്റെ ഒരു മഹനീയമായിട്ടുള്ള ആ ഒരു രംഗത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലണം. 4മതായിട്ട് നിരീശ്വരവാദി, ഈ ലോകം എല്ലാന്ന് വിശ്വസിക്കുന്ന ആള്. അതായത് ഈ ലോകത്ത് ഞാൻ എന്തിനു ജീവിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊരർത്ഥമല്ല. ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, ഈ ഗോളങ്ങൾ എങ്ങനെ ഉണ്ടായി, അതൊക്കെ പെട്ടെന്ന് പൊട്ടി മുളച്ചതാണ്. ആരാരും അറിയാത്ത നിമിഷത്തിൽ, ആരാരും കാണാതെ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. ഇസ്ലാമായിട്ടും മുസ്ലിമായിട്ടും പേരുകൊണ്ട് വെറും മുസ്ലിമായി നടിക്കുന്ന ആളുകൾ നമ്മളെ ലോകത്തിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്, നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട്. അവരെ നിരീശ്വരവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, അവർ ജനറൽ പൊളിറ്റിക്സിനെയും ജനറൽ ന്യൂട്രാലിറ്റിയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അവർക്ക് ഈമാനല്ല, വിശ്വാസമല്ല. അവർ എന്ത് ധൈര്യത്തിലാണ് പ്രിയരെ ജീവിക്കുന്നത്? ഈ ലോകത്ത് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കാതെ എന്തിലോ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് എന്ത് ധൈര്യമാണ് പ്രിയരെ അള്ളാഹു കൊടുക്കുക? അവർക്കൊരു പക്ഷേ ഈ ലോകത്ത് ഒരുപാട് അർഹമായ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷെ അവർക്ക് വരാൻ പോകുന്ന ലോകത്ത് അവരുടെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ ആരാരും കണ്ടിട്ടില്ലെങ്കിലും സ്വന്തം പോക്കറ്റിൽ പൈസ അല്ലെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു എല്ലാം കൊടുക്കുന്നതാണ്. അവർക്ക് അള്ളാഹു ഈ ലോകവും പരലോകവും കൊടുക്കുന്നതാണ്. നമ്മളാരും ഈ 4 വിഭാഗത്തിൽ പെടാതിരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 4 വിഭാഗത്തിൽ ഏറ്റവും ഒന്നാമതായി പറഞ്ഞ മുഅ്മിനിൻ്റെ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിൽ ആ ഉൾപ്പെടുന്ന വിഷയത്തിൽ അള്ളാഹ് നമ്മളെ കാര്യങ്ങൾ എളുപ്പാക്കും. നമ്മളൊരു പരീക്ഷ ചെയ്താണ് പ്രിയരെ. നമ്മൾ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ പരീക്ഷ ഒരിക്കലും നമുക്കൊരു പരീക്ഷണമായി മാറരുത്. ആ പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് നേടുക എന്നുള്ളതാവണം നമ്മളെ ലക്ഷ്യം. ആ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ വലിയ പ്രയത്നങ്ങളുടെ ഒന്നും ആവശ്യമല്ല. സിമ്പിളായിട്ട് അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. ആ വിവരിച്ച് തന്നിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ആ പരീക്ഷയിൽ പ്രിയരെ ഞാനും നിങ്ങളും വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ പരലോകം എത്രയോ മനോഹരമായി എന്നുള്ളതാണ് അർത്ഥം. അള്ളാഹു ഈ 4 വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗമായ മുഅ്മിനിൻ്റെ ഇനത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖില്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് നല്ല ഭക്തരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള വിശ്വാസിനികളെ, നമ്മൾ ഈ ഖുതുബയിൽ ചർച്ച ചെയ്തത് ഒരു മുഅ്മിനും മുശ്രിക്കും മുനാഫിക്കും നിരീശ്വരവാദിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ 4 വിഭാഗം ഒരു മനുഷ്യനിൽ എന്തായാലും ഉണ്ടാവും. ഈ 4 വിഭാഗത്തിൽ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കൂല. പക്ഷെ നമ്മൾ ആ 4 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കുന്നുണ്ടോ, അതോ ആ പരീക്ഷയിൽ ഞാനും നിങ്ങളും വലിയ തോൽവിയാണോ നേരിടാൻ പോകുന്നത് എന്നുള്ള മൂല്യനിർണ്ണയത്തിൻ്റെ ഘട്ടത്തിലാണ് പ്രിയരെ നമ്മളിപ്പോൾ ഉള്ളത്. ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് ഇസ്ലാമിക കാര്യങ്ങളിൽ, ഇസ്ലാമിക ചരിത്രങ്ങളിലും ഖുർആനിലും ബാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാഠങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വളരെ ഗഹനമായിട്ട് പഠിക്കാനുള്ള രംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ അവസരങ്ങൾ നമ്മൾ മുതലാക്കുന്നില്ല. പണ്ടൊക്കെ ഒരു ഖുർആൻ ക്ലാസ്സിൽ വരെ ആളുകൾ എത്തുക എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വിശ്വാസമായിരുന്നു, അവർക്കൊരു ഈമാനായിരുന്നു. ഞാനവിടെ ഉണ്ടാവണം, എനിക്കത് ഖുർആൻ പഠിക്കാൻ കഴിയണം, എനിക്കെൻ്റെ ഈമാനിക ശക്തിയെ വളർത്തണം, എൻ്റെ സമയം കുറേ അതിനു വേണ്ടി മാറ്റി വെക്കണം. പക്ഷേ ഇന്ന് എവിടെയോ അതൊക്കെ നഷ്ടപ്പെട്ടു. എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഈ ലോകത്തെ കുറേ പണവും പത്രാസും മാത്രം മതി. ആളുകൾ എന്നെ നോക്കി നല്ലത് പറയണം, ആളുകൾ എന്നെ നോക്കി അവൻ മികച്ചതാണ് എന്ന് പറയണം. 4 ആൾ കൂടുമ്പം അവിടെ എന്നെക്കുറിച്ചായിരിക്കണം സംസാരം എന്നുള്ളത് മാത്രം, ആ വിഷയത്തിൽ മാത്രം നമ്മുടെ സമൂഹം ഒതുങ്ങിക്കൂടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 4 വിഭാഗത്തിൽ ഒന്നാമതായിട്ട് മുഅ്മിന് അള്ളാഹനെ മാത്രം വിശ്വസിക്കുന്ന സത്യവിശ്വാസിയാണ്. അള്ളാഹനെ മാത്രമേ അയാൾക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. ഈ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെ വന്നാലും അയാളുടെ വിശ്വാസം അയാളുടെ പൂർണ്ണമായി അള്ളാഹുവിൽ മാത്രമായിരിക്കും. അയാൾ പറയുന്ന വാക്കുകളൊക്കെ അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്നുള്ളതാണ്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലും അവനിലെ എല്ലാ നന്മകളും അവൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാതായാലും അതെൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമാണ്, റബ്ബ് എനിക്ക് എന്തോ പകരമായി കാത്തു വെച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ കിട്ടുന്ന ചെറിയ അവസരങ്ങളിൽ പോലും, ഒരു മഴ പെയ്ത് നമ്മൾ പള്ളിയിലേക്ക് വരുന്ന അവസരത്തിൽ പോലും ആ മഴ നമുക്ക് അനുഗ്രഹമാണ്, അല്ലാതെ അതിക്രമമാണ് എന്ന് പറയുന്നിടത്ത് നമ്മളെത്തി. അതൊരു അനുഗ്രഹമാണ് എന്ന് പറയാൻ കഴിയണം. ആ മഴ പോലും എനിക്കൊരു അനുഗ്രഹം. അന്ന് നമ്മൾ ആലോചിച്ചാൽ പല പ്രദേശങ്ങളിലും മഴ കിട്ടാതെ പലരും വേർപാട് കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥകളുണ്ട്. പലരും മഴ കൊണ്ട് അങ്ങേയറ്റം പ്രളയമൊക്കെ ബാധിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അതൊന്നും തരാതെ അള്ളാഹു ഈ നിമിഷം നമ്മൾ അനുഗ്രഹിക്കുകയാണ്. പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങളിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാത്ത അവസരങ്ങളുണ്ട്. ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഏത് നിമിഷമാണ് ആ പള്ളി തകർക്കപ്പെടുക എന്ന് അറിയാത്ത ആളുകളുണ്ട്. ഒരു വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. മക്കൾക്ക് സമാധാനത്തോടെ പള്ളിക്കൂടങ്ങളിൽ സ്കൂളുകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. നമുക്കതൊന്നും അല്ല തന്നില്ല. നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നു, നമുക്കിവിടെ സംസാരിക്കാനുള്ള എല്ലാ അവസരങ്ങളും തന്നു, നമുക്കെല്ലാ ഭാഗ്യങ്ങളും തന്നിട്ടും നമ്മൾ അതിൽ നിന്നും വിട്ടുമാറുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ അധപ്പതിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. രണ്ടാമതായിട്ട് മുശ്രിക്ക്, അള്ളാഹുവിൽ ഒരു കാരണവശാലും അവൻ വിശ്വസിക്കൂല, അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കും, അവൻ അള്ള വേണ്ട, അവൻ അള്ളാഹുവിന് പുറമേയുള്ള ആളുകൾ വിളിച്ച് പ്രാർത്ഥിച്ചാലേ അത് സ്വീകരിക്കൂ എന്നുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ നാട്ടിൽ പല പ്രദേശങ്ങളിലും അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറി പ്രവാചകന്റെ മുടിയോട് വരെ പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. ഇന്നതൊക്കെ മാറി, അതൊക്കെ അന്ധവിശ്വാസങ്ങളായി മാറുന്നുണ്ട്. പക്ഷെ എവിടെയോ ആ അന്ധവിശ്വാസങ്ങളിലും വിശ്വാസം ഉന്നയിക്കുന്ന ആളുകൾ ഇന്നും നമ്മളെ നാട്ടിലുണ്ട്. മൂന്നാമതായിട്ട് മുനാഫിക്ക്, ഉള്ളിൽ നിഷേധം വെച്ചുകൊണ്ട് പുറമെ വിശ്വാസിയായിട്ട് നടിക്കുന്ന ആള്. ആളുകൾ കാണുമ്പോൾ അയാൾ നല്ല മനുഷ്യനാണെന്ന് പറയിപ്പിക്കണം, പക്ഷെ അയാളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവില്ല. അയാൾ വിശ്വാസം നടിക്കുകയാണ്. അയാൾ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിലുണ്ടാവും, അയാൾ നമസ്കാരത്തിൽ ഒന്നാമതുണ്ടാവും, അയാൾ സക്കാത്തിലൊക്കെ എല്ലാ പ്രാവശ്യം കൃത്യമായി കൊടുക്കും, അയാൾ നോമ്പൊക്കെ ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിക്കും, അയാൾ ഹജ്ജും ഉംറയൊക്കെ ചെയ്യും. പക്ഷേ അയാളുടെ വിശ്വാസം പരിപൂർണ്ണമാവുന്നില്ല. എന്താ അതിൻ്റെ കാരണം? അയാൾ പറഞ്ഞ മുനാഫിക്കിൻ്റെ 4 കപട വിശ്വാസികളുടെ ആ ഇനങ്ങളുടെ അയാൾ പെട്ടുപോയി. അയാൾ ബാക്കിയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം എല്ലാം ചെയ്യണത്. നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടുപോകരുത്. നാലാമതായിട്ട് നിരീശ്വരവാദം. അള്ളാഹു ഇല്ല, അടച്ചോനില്ല, ഈ ഭൂമിയൊക്കെ എന്തിനോ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, മനുഷ്യരൊക്കെ വെറുതെ എന്തിനോ വേണ്ടി ജീവിച്ചു മരിക്കുന്നു എന്നുള്ള നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, അതിന് മൈക്കയും പിടിച്ച് ജാഥയും പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരെയും നമ്മൾ വിചാരിച്ചാൽ തിരുത്താൻ പറ്റുന്നതാണ്. ഒരു മനുഷ്യന് നമ്മൾ അറിയേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ വരികയാണ്. പ്രവാചകനെ എതിർത്ത വിശുദ്ധ ഖുർആൻ തെറ്റാന്ന് പറയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുമ്പിലേക്ക് എത്താണ്. ആ പ്രവാചകനെ എനിക്ക് എതിർക്കണം. കഅബയുടെ കില്ലയിൽ പോയി ആളുകൾ പറഞ്ഞു വിട്ടു, കഅബയുടെ കില്ലയിൽ 3-4 ആയത്തുകൾ കാണുന്നുണ്ട്, നീ അതൊന്ന് പോയി വായിച്ചു നോക്ക്, അതിനെ എതിർക്കുന്ന വരികൾ നീ എഴുതണം. ഞാൻ ആ മനുഷ്യൻ പോവാണ്. ആ പോകുന്ന സമയത്ത് ഇന്ന അഴുത്തോയിനാക്കൽ കൗസർ തുടങ്ങുന്ന ആയത്തുകളാണ്. ആ ആയത്ത് കണ്ടിട്ട് അയാൾ മാറുകയാണ്. ആ ആയത്ത് കണ്ടിട്ട് അയാളെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. ഞാൻ ഇത്രകാലം ആളുകളുടെ മുമ്പിൽ നടന്നല്ലോ, ആളുകളുടെ പ്രശസ്തി നേടാൻ വേണ്ടി, ആളുകളുടെ പ്രശംസ നേടാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചല്ലോ, പക്ഷേ ഈ നിമിഷം ഞാൻ മാറുകയാണ്. ഇത് മുഹമ്മദിൻ്റെ വാക്കല്ല, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, ഇതെന്തോ അമാനുഷികമായ വാക്കാണ്. ആ വാക്കുള്ള വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മളെ കയ്യിലുണ്ട്. ആ ലബീദ് ബിൻ റബിയ മാറിയ വിശുദ്ധ ഇസ്ലാമിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല ആളുകളും ഇന്നും ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലും. ആ വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ വാക്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നമ്മളത് വായിച്ചു നോക്കാനോ നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനോ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടജനകമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം പ്രിയരെ. നമ്മളെ വിശ്വാസം എന്നുള്ളത് പരിപൂർണ്ണമാവണം. ആ അള്ളാഹുവിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ആ അള്ളാഹുവാണ് ഈ ലോകത്തെ ഏറ്റവും വലിയതെന്ന് പറയാൻ കഴിയണം. ഞാൻ ജീവിച്ച എൻ്റെ റോൾ മോഡൽ പ്രവാചകനാണെന്ന് പറയാൻ കഴിയണം. ആ പ്രവാചക മാതൃകകൾ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ പാലിക്കുന്ന പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനമാണ് പ്രിയരെ നമ്മളെ ഇസ്ലാമിൽ ഉന്നതിയിലെത്തിക്കുന്നത്. പല ആളുകളും അതിനെ എതിർക്കാൻ ഇന്ന് ലോകത്തുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മളെ ജീവിതത്തിൽ ബാധിക്കരുത്. നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം, മോനെ ഈ 4 വിഭാഗത്തിൽ എൻ്റെ മോൻ 1ാമത്തെ വിഭാഗത്തിൽ ഉണ്ടാവണം. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ആ പ്രഖ്യാപനം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ തൗഹീദിന്റെ വാക്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ വാക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന് വിവരിക്കാനാവാത്തത്ര വലിയ അർത്ഥമുണ്ടെന്ന് മക്കൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം. ആ മക്കൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ദീന് സംസാരിക്കണം, അവരുടെ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കണം. അവർ ആ നിരീശ്വരവാദത്തിലേക്കോ മുനാഫിക്കുകളിലേക്കോ മുശ്രിക്കുകളിലേക്കോ അവരെത്തിപ്പെടരുത്. പലപ്പോഴായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിതൊന്നും നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ട് ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും മക്കൾ പോകുമ്പം അവർ കേൾക്കുന്നത് ഈ നിരീശ്വരവാദമാണ്, ഈ ജനറൽ ന്യൂട്രാലിറ്റിയാണ്. അവരതിനെ മുദ്രാവാക്യം പിടിച്ച് അവർ രംഗത്തുണ്ട്, അവർ മുന്നിലുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഒരു മുഅ്മിനായിട്ട് നിലകൊള്ളാൻ നമ്മളെ മക്കൾ പലപ്പോഴും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം അവർക്കത് പ്രാധാന്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മളെ മക്കളെ ഉറക്കെ പ്രഖ്യാപിക്കാൻ, അവരെ മുന്നോട്ട് നടത്തിക്കാൻ ഞാനും നിങ്ങളല്ലാതെ ആരാ പ്രിയരുണ്ടാവുക? ഒരു വാപ്പാൻ്റെയും ഉമ്മാൻ്റെ ഏറ്റവും നല്ല ദൗത്യം എന്ന് പറയുന്നത് സ്വന്തം മക്കളെയും സ്വന്തം കുടുംബത്തെയും ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് ചലിപ്പിക്കുക എന്നുള്ളതാണ്. 4 നേരം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല പ്രധാനം, 4 നേരം പട്ടിണിയില്ലാതെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ല പ്രധാനം. അവിടെ ദീന് സംസാരിക്കണം, അവിടെ നീതി സംസാരിക്കണം, അവിടെ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടാവുന്നതാണ്. നമ്മളാ കുടുംബത്തിൽ പെടണം പ്രിയരെ. അള്ളാഹുവും അവൻ്റെ അമ്പിയാക്കളും ഏതൊരു വിശ്വാസത്തിലേക്കാണോ പ്രബോധനം ചെയ്തത് അതേ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാനും അതേ സ്വർഗാവകാശിയായി തീരാനും റബ്ബ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായിക്കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവേ, തൗഹീദ് നഷ്ടപ്പെട്ട, ദീനും ദുനിയാവും നഷ്ടപ്പെട്ട അനേകായിരം ആളുകൾ ഇന്നും ജീവിച്ച് മരിച്ച് മണ്ണായി തീർന്നിട്ടുണ്ട് പടച്ചോനെ. അവരുടെ ആ ഹതഭാഗ്യവാന്മാരുടെ ഇനത്തിൽ നീ ഞങ്ങളെ ഒന്നും ഉൾപ്പെടുത്തരുതേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ സദാ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, മരണത്തിൻ്റെ അവസാന വേളയിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള ആ ഒരു മഹാഭാഗ്യം പടച്ചോനെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ നാഥ. റബ്ബേ, കത്തിയാളുന്ന നരകത്തിൽ നിന്നും അതികഠിനമായ നിന്റെ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോക വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും സമാധാനവും നീ സദാസമയം നിലനിർത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പല പ്രയാസങ്ങളും സഹിക്കുന്നുണ്ട് തമ്പുരാനെ. അവർക്കെല്ലാവർക്കും നീ നിന്റെ സ്വർഗം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, രോഗങ്ങളാലും കുടുംബ ബന്ധങ്ങളിലെ പല വിള്ളലുകളാലും ജീവിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം നീ നിന്റെ ശിഫ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഇന്നും ലോകത്തിൻ്റെ പല കോണുകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അവർക്കെല്ലാം നിന്റെ ശിഫ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, അറിവില്ലായ്മ കാരണം മതത്തിൽ നിന്നും അതികഠിനമായ കൊടിയ പാപമായ ശിർക്ക് വരെ ചെയ്തു പോയിട്ടുണ്ട് തമ്പുരാനെ. അതെല്ലാം നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ തണലിൽ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ സദാ ഞങ്ങളെ ഒത്തൊരുമിപ്പിച്ച് കൂട്ടണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا، رب ارحمهما كما ربياني صغيرا، رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.